ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവന് ജോലിയില്ല, അവന് പകരം വേറെ ആളെ എടുത്തു എന്ന് അതിൻ്റെ അധികാരികൾ പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക് എന്നും സ്തോത്രമുണ്ടായിരിക്കട്ടെ. മാതാവേ, ഞങ്ങളുടെ ആവശ്യം അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ സഹോദരൻ കഴിഞ്ഞ പ്രാവശ്യം അവർ UK ജോലി ചെയ്യുന്നതും താമസിക്കുന്നതുമൊക്കെ. അവർ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് പോയി അവിടെ ചെന്നപ്പോൾ, അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവന് ജോലിയില്ല, അവന് പകരം വേറെ ആളെ എടുത്തു എന്ന് അതിൻ്റെ അധികാരികൾ പറഞ്ഞു. അവന് വളരെയേറെ വിഷമമായിരുന്നു. അവൻ്റെ ജീവിതത്തിന് ഏറ്റവും വലിയ അടിയായിരുന്നു. അതിനേക്കാളേറെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വിഷമമായിരുന്നു. ഞങ്ങൾക്കൊരു സഹോദരനേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു, അമ്മയോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന അന്ന് രാത്രിയിൽ അവൻ്റെ മെസ്സേജ് വന്നു. അവന് ജോലി ലഭിച്ചു, അവനും അവൻ്റെ മക്കൾക്കും ജോലി ലഭിച്ചു എന്ന് സന്തോഷ വാർത്ത ഞങ്ങളെ അറിയിച്ചു. അമ്മയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ മോൾ നേഴ്സാണ്. അവൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. അവൾ ജോലി ചെയ്തിരുന്ന ഇടയ്ക്ക് അവളുടെ ജോലി നഷ്ടപ്പെട്ടു. അതും വളരെ ഒരു വലിയ വിഷമമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള സാമ്പത്തികമില്ലായിരുന്നു. അവരുടെ ഹോസ്റ്റലിൽ അവൾക്ക് ഇരിക്കാനായിട്ടുള്ള സുരക്ഷിതത്വവും അനുവാദവും അവർ കൊടുത്തു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് വേറെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയോടുള്ള പ്രാർത്ഥന കൊണ്ട് നിത്യാരാധനയിൽ നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ മകളുടെയും എൻ്റെ സഹോദരൻ്റെയും ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടിയത്. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 34:17. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. നാം ആ സഹോദരി പറഞ്ഞ സാക്ഷ്യം കേട്ടു. ജോലി നഷ്ടപ്പെട്ട, ഒരുപാട് രൂപ ചെലവാക്കി UK-യിലെത്തിയ സഹോദരനാണെന്ന് ഓർക്കണം. നാട്ടിൽ വന്ന് തിരിച്ച് ജോലിക്ക് അവിടെ ചെന്നപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥ. ഈ സമയത്ത് ഈ സഹോദരി കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും നമ്മൾ ഇരിക്കുന്ന ഈ ഹാളിനകത്തിരുന്ന കണ്ണുനീരോടെ IMS അമ്മയോടും തിരുക്കുമാരനോടും മാധ്യസ്ഥം യാചിക്കുകയും ചെയ്തു. തിരിച്ച് പോവുകയും വെച്ചൂര് ചെന്ന കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഹോദരൻ്റെ ഫോൺ വന്നു. നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടി എന്ന അതിയായ സന്തോഷ വാർത്ത. നമ്മുടെ മനസ്സ് എപ്രകാരം ഉരുകി പ്രാർത്ഥിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ പ്രതിഫലം ലഭിക്കുക. ആ സാക്ഷ്യമാണ് നാം കേട്ടത്. IMS അമ്മ ഉടനടി പരിഹാരം ചെയ്തു കൊടുത്ത ഈ അത്ഭുതത്തെ ഓർത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ